കൊച്ചിയിൽ ആഡംബര ഹോട്ടലിലെ ലഹരി കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ്. ലഹരിയുടെ ഉറവിടം തേടിയാണ് അന്വേഷണം. ലഹരി സംഘങ്ങളുമായി പ്രതികൾക്കുള്ള ബന്ധമടക്കം പരിശോധിക്കും. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലായിരുന്നു ലഹരി വിൽപ്പന. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, സാധാരണക്കാരല്ല ഈ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തത്. അഭിഭാഷകർ, യുവ ഡോക്ടർമാർ ഉൾപ്പെടെ സമൂഹത്തിലെ പല ഉന്നതരും പങ്കെടുത്ത ലഹരി പാർട്ടി. ഇതിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിശോധിക്കുന്നുണ്ട്. വിദേശ രാജ്യത്തു നിന്നാണ് ലഹരി വസ്തുക്കൾ, ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെ എത്തിച്ചതെന്ന കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ഏത് തലങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത്? പ്രധാനമായും ഈ ഷാരോണിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കസ്റ്റംസ് അടക്കം കടന്നിരിക്കുന്നത്. അതിന് കാരണം കഴിഞ്ഞ വർഷം, അതായത് ഡിസംബറിൽ ന്യൂ ഇയർ സമയത്ത് ഈ ക്രൂയിസിൽ കൊച്ചിയിലെ തന്നെ ഒരു ക്രൂയിസിൽ, ഒരു ആഡംബര കപ്പലിൽ ഇവർ സമാനമായ രീതിയിൽ ഒരു ലഹരി പാർട്ടി ഡിജെയും അതിനോടനുബന്ധിച്ച് ഒരു ലഹരി പാർട്ടിയും സംഘടിപ്പിച്ചു എന്നൊരു വിവരം കസ്റ്റംസിന് അന്ന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് ആ ക്രൂയിസിലെത്തി പരിശോധന നടത്തുന്ന സമയത്ത് തന്നെ ഈ വിവരം ഇവർക്ക് ചോർത്തി ലഭിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ലഹരി വസ്തുക്കൾ ഇവർ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് പോലീസിന് ഈ തെളിവടക്കം ഇവരെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതായിരുന്നു അന്ന് ഷാരോൺ. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ സമാനമായ രീതിയിൽ ഒരു ലഹരി പാർട്ടി ഇവർ നടത്തുകയും ചെയ്തത്. അന്ന് പോലീസ് പരിശോധന നടത്തി. ഈ വിവരങ്ങളാണ് കസ്റ്റംസിനും ലഭിച്ചത്. അതേ തുടർന്നാണ് കസ്റ്റംസും ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കടന്നുവരുന്നത്. അതായത് ഷാരോണിനെ നേരത്തെ തന്നെ പോലീസ് നോട്ടമിട്ട് വെച്ച ഒരു വ്യക്തിയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇയാൾ ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ആളാണ്, ഇവന്റ് മാനേജ്മെന്റ് ഉടമയാണ്. ഇയാളാണ് മെയിൻ ആയിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഈ വിദേശത്ത് നിന്ന് വരുന്ന വില കൂടിയ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ, ലഹരി വസ്തുക്കൾ അത് കൊച്ചിയിലേക്ക് എത്തിക്കുന്നതും അല്ലെങ്കിൽ കൊച്ചിയിൽ ഇത്തരത്തിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിലൊക്കെ പ്രധാനിയായി നിൽക്കുന്നത് ഷാരോൺ ആണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷാരോണുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്കും അന്വേഷണം എത്തും. അതായത് ഷാരോൺ ആർക്കൊക്കെയാണ് ഈ ലഹരി വിൽക്കുന്നത്, എങ്ങനെയാണ് ഇവർ ഇത്തരത്തിലൊരു പാർട്ടി സംഘടിപ്പിക്കുന്നത്, അതിനേതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ പിടിയിലായ 8 പേരുണ്ട്. ഇവർ 8 പേരും ഈ സമൂഹത്തിൽ ഉയർന്ന